സഹൃദയരെ, ഞാനിവിടെ ഇന്ന് ഇടുന്ന വീഡിയോ ഒരു അർസസ് എന്ന് പറയുന്ന രോഗം, അർസസ് ഇല്ലെങ്കിൽ പൾസ് എന്ന് പറയുന്ന രോഗത്തിനാണ് ഞാൻ മരുന്ന് വീഡിയോ ആക്കിയിടുന്നത്. ഇതാ ഇത് കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത്, ഇല്ലെങ്കിൽ ചിത്രമൂലം. ഇതിനെ ചിത്രമൂലം എന്നും കൊടുവേലിക്കിഴങ്ങെന്നും പറയും. ഓമം, ഇന്ദുപ്പ്, നല്ല മുളക്, ഇതാണ് മെഡിസിൻ. ഇത് മാത്രമല്ല, ബാക്കി അങ്ങാടിക്കടയിൽ നിന്ന് എടുക്കും. ഈ മരുന്നുകളെല്ലാം ഞാൻ നേരത്തെ എടുത്തും കൊണ്ടുവന്ന് ശുദ്ധി ചെയ്ത് വെച്ചതാണ്. ഇതിൽ കുറവുള്ള മരുന്നുകൾ അങ്ങാടിക്കടയിൽ നിന്നും കൂടി എടുക്കും. ഇതിൽ മാറുന്ന രോഗം മൂലച്ചൂട്, വായു, ആമാശ ചൂട് അല്ലെങ്കിൽ ആമാശ ഉഷ്ണം, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം മാറും. വയറിൻ്റെ പെരുക്കം, പിന്നെ മലദോരത്തുനിന്ന് ബ്ലഡ് പോണത്, കുതം വെളിയിൽ തള്ളി നിൽക്കുന്നത്, ഇതൊക്കെ മാറും. ശമനമല്ല, മാറും. ഇതിന് ഒരുപാട് മരുന്നുകളുണ്ട്. ഓരോ മരുന്നുകളും ഞാൻ ഇതുപോലെ ചെയ്യുന്നതനുസരിച്ച് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത് ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് നേരത്തെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ശുദ്ധി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ദുപ്പാണ്. ഇന്ന് ബാക്കി അങ്ങാടി മരുന്നും കൂടി കടയിൽ ചെന്ന് എടുത്ത് കൂട്ടുചേർത്ത് നാളെ ഇതിനെ തൈരിൽ സേവിക്കും. പശുവും പാല് വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ തൈരാക്കി അതിലാണ് ഈ മരുന്ന് കുഴച്ച് കഴിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. വീഡിയോ കണ്ട് സബ്സ്ക്രൈബർ ചെയ്യണം. നമ്മളെ വീഡിയോ കണ്ട് സഹായിക്കണം, സബ്സ്ക്രൈബർ ചെയ്ത്. അർസസിനുള്ള കുതകാതി ചൂർണം റെഡിയായി. ഇത് കഴിക്കുന്നത് കാണിക്കുകയാണ്. തൈരെടുത്തൊഴിച്ച് ഒരു സ്പൂൺ അരിഞ്ഞിട്ട് കലക്കി. ഇത് അർസസ് എന്നും പൾസ് എന്നും രോഗത്തിന് പേര്. അതുപോലെ തന്നെ മരുന്നിൻ്റെ പേര് കുതകാതി ചൂർണം. പൾസ് ഇല്ലെങ്കിൽ അർസസ്. ഈ രോഗത്തിന് കുതകാതി ചൂർണം തൈരിൽ കലക്കി സേവിക്കുന്നതാണ് കാണിക്കുന്നത്. മല്ലിപ്പൊടി